யாராவது லஞ்சம் ஏதாவது கேட்டாங்கன்னா கொடுக்க முடியாது சொல்லுங்க, நான் இருக்கேன் உங்களோட. அப்படியே யாராவது ஃபோர்ஸ் பண்ணாங்கன்னா இது எங்க மகன், எங்க புள்ள, எங்க அண்ணன், எங்க தம்பி, எங்க விஜய், எங்க விஜயோட ஆட்சின்னு ஸ்ட்ராங்கா சொல்லுங்க. ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ CM വിജയ് ജനങ്ങൾക്ക് കൊടുത്ത വാക്കും അത് പാലിക്കുന്ന വിജയിയുമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്ന ആളാണെന്ന് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കൈക്കൂലി വാങ്ങിച്ച സ്വന്തം പാർട്ടിയിലെ ആളെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇന്ന് തമിഴ്നാട്ടിൽ സ്നേഹത്തോടെ ഒരു ചായ കുടിക്കാൻ പൈസ കൊടുത്താൽ പോലും ഉദ്യോഗസ്ഥർ 2 പ്രാവശ്യം ആലോചിക്കും. കാരണം വാങ്ങുന്ന പണം കൈക്കൂലിയാണെന്ന് തെളിഞ്ഞാൽ ഉള്ള ജോലിയും പോകും, അതുവഴി ഉണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യവും സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്യും. അത്രയ്ക്ക് കർശനമായ നടപടികളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പൊതുജനത്തിന് ഇത്രയും മൂല്യം കൊടുക്കുന്ന ഒരു ഭരണം ഇതിനു മുമ്പ് തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ദിവസവും ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച് ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയാണ് മുഖ്യമന്ത്രി വിജയ്. അഴിമതി തുടച്ചു നീക്കാൻ വിജയ് സർക്കാർ എടുത്ത വിപ്ലവകരമായ ഒരു തീരുമാനമുണ്ട്. അഴിമതിയും കൈക്കൂലിയും തടയാൻ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള പൊതുജനങ്ങൾക്കായി ഒരു പ്രത്യേക വാട്സപ്പ് നമ്പർ തന്നെ തമിഴ്നാട് സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ പോകുകയാണെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ആവശ്യത്തിന് പണം ചോദിക്കുന്നു, അല്ലെങ്കിൽ കാര്യം നടത്താതെ മടക്കി അയക്കുന്നുവെങ്കിൽ ഉടനടി സർക്കാർ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. പരാതി വിജിലൻസിൻ്റെ കൈകളിൽ എത്തുകയും ചെയ്യും, ഉടനടി നടപടിയെടുക്കുകയും ചെയ്യും. ഇനി വാട്സപ്പ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇമെയിൽ ID വഴിയും ഫോൺ വഴിയും പരാതി രേഖപ്പെടുത്താം. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ ഈ വിവരങ്ങൾ ജനങ്ങൾ അറിയാതെ പോകരുത് എന്ന് മുഖ്യമന്ത്രി വിജയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഈ വാട്സപ്പ് നമ്പറും പരാതിപ്പെടേണ്ട വിവരങ്ങളും അടങ്ങിയ ബോർഡുകൾ തമിഴിലും ഇംഗ്ലീഷിലും നിർബന്ധമായി പ്രദർശിപ്പിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓഫീസിൽ കയറുമ്പോൾ തന്നെ ജനങ്ങളുടെ കണ്ണിൽ ഈ ബോർഡ് പതിയും. അതോടെ ഉദ്യോഗസ്ഥർക്ക് ഭയവും ജനങ്ങൾക്ക് ധൈര്യവും ലഭിക്കും. നമ്മൾ സാധാരണ കാണാറുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ പിന്നീട് മറന്നുപോകുന്ന ഭരണാധികാരികളെയാണ്. എന്നാൽ വിജയ് ഇവിടെ തെളിയിക്കുന്നത് അഴിമതിയില്ലാത്ത ഭരണം സാധ്യമാണ് എന്ന് തന്നെയാണ്. സാധാരണക്കാരൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് നീതി ഉറപ്പാക്കാൻ എടുക്കുന്ന ഈ നടപടികൾ തമിഴ്നാട് ജനതയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് ജനത കൃത്യമായ ആളുടെ കൈകളിലാണ് അധികാരം നൽകിയത്. അതിൻ്റെ ഗുണമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ വരുന്നത് വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് എന്ന് വിജയ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സാധാരണക്കാരന് ധൈര്യത്തോടെ സർക്കാർ ഓഫീസിലേക്ക് നടന്നു കയറാനുള്ള സാഹചര്യം ഒരുക്കിയ വിജയ് സർക്കാരിന് 1000 അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനൊരു കാര്യം കൂടി പറയുകയാണ്. നിങ്ങൾ ചെയ്യില്ല എന്നറിയാം, എങ്കിലും ഞാൻ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.